നാം ഹോം ബൈബിൾ സ്കൂളിന്റെ 5ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഞാൻ ഈ പ്രഭാതത്തിൽ ഹോം ബൈബിൾ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹോം ബൈബിൾ സ്കൂളിന്റെ 5ാമത്തെ ദിവസത്തെ ക്ലാസുകൾ നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഉപ്പാച്ചി CSI സഭയിലെ ശുശ്രൂഷകനായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് വിനോദ് ഡേവിഡ് അവർ ഈ സമയം പ്രാർത്ഥിക്കുന്നതാണ്. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹോം ബൈബിൾ സ്കൂൾ 2020 അതിന്റെ 5ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് ഞാൻ ദൈവത്തിന്റെ പൈതൽ എന്ന ചിന്താവിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ വർഷത്തെ ഹോം ബൈബിൾ സ്കൂൾ 2020 ആരംഭിച്ചത്. അതിന്റെ 5ാം ദിവസം നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, പരിശുദ്ധ നല്ല കർത്താവേ, ഹോം ബൈബിൾ സ്കൂൾ 2020 അതിന്റെ 5ാം ദിവസത്തിലേക്ക് അടിയങ്ങൾ പ്രവേശിച്ചിരിക്കുമ്പോൾ കർത്താവെ, കഴിഞ്ഞ 4 ദിവസക്കാലം ഞങ്ങൾ കർത്താവെ പാടി പ്രാർത്ഥിച്ച് ചിന്തിച്ച് ധ്യാനിച്ച വിഷയങ്ങളുടെ മേലെല്ലാം ഞങ്ങൾക്ക് കർത്താവെ അങ്ങ് ഞങ്ങളുടെ പൈതങ്ങളോട് മേൽ കൂടെയിരുന്നുവല്ലോ. അതിനായി സ്തോത്രം. പ്രത്യേകിച്ച് ഇന്നത്തെ കർത്താവെ ഓരോ പാട്ടുകളിലൂടെയും വചന ചിന്തകളിലൂടെയും ഒക്കെ ഞങ്ങളുടെ പൈതങ്ങളെ അങ്ങ് കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം നൽകുന്ന അച്ഛനായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുകൃപയാൽ നിറയ്ക്കണമേ. പ്രത്യേകം ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിലെ എല്ലാ സഭകൾക്കും സഭയിലെ പൈതങ്ങൾക്കും ഇന്നത്തെ കർത്താവെ ഈ പഠനം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ ഇടയാക്കണമേ. ആരംഭിക്കട്ടെ. അവിടുത്തെ തിരുകൃപ കൂടെ ഇരിക്കും. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ. എല്ലാവരും മുദ്രാവാക്യം വിളിക്കാൻ റെഡിയാണോ? എല്ലാവർക്കും വളരെ ഉത്സാഹത്തോടെ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ HBSന്റെ ഹോം ബൈബിൾ സ്കൂളിന്റെ മുദ്രാവാക്യം ഉറക്കെ വിളിക്കാം. റെഡി? ജയ് ജയ് HBS, ജയ് ജയ് HBS, ജയ് ജയ് HBS, ജയ് ജയ് HBS. ദൈവത്തിന്റെ പൈതൽ ഞാൻ, ദൈവത്തിന്റെ പൈതൽ ഞാൻ, യേശുവിന്റെ പൈതൽ ഞാൻ, യേശുവിന്റെ പൈതൽ ഞാൻ, സ്നേഹമുള്ള പൈതൽ ഞാൻ, സ്നേഹമുള്ള പൈതൽ ഞാൻ, യേശുവിനെ ഞാൻ, യേശുവിനെ ഞാൻ സ്നേഹിക്കും, സ്നേഹിക്കും. ദൈവത്തിന്റെ പൈതൽ ഞാൻ, ദൈവത്തിന്റെ പൈതൽ ഞാൻ. ജയ് ജയ് HBS, ജയ് ജയ് HBS. സ്നേഹമുള്ള പൈതൽ ഞാൻ, സ്നേഹമുള്ള പൈതൽ ഞാൻ, സന്തോഷമുള്ള പൈതൽ ഞാൻ, സന്തോഷമുള്ള പൈതൽ ഞാൻ, ദൈവത്തിന്റെ പൈതൽ ഞാൻ, ദൈവത്തിന്റെ പൈതൽ ഞാൻ. ജയ് ജയ് HBS. ജയ് ജയ് HBS. ഇന്നലെ നമ്മൾ തീം സോങ് പഠിച്ചു. ആ തീം സോങ് നമുക്ക് ഇപ്പോൾ ഒന്നുകൂടെ പാടാം. ആടാൻ പാടാൻ പാടി രസിക്കാൻ കൂടാൻ കഴിയാത്ത ബാലകരെ, ആടാൻ പാടാൻ പാടി രസിക്കാൻ കൂടാൻ കഴിയാത്ത ബാലകരെ, ലോക്ക്ഡൌണിൽ വീട്ടിൽ പഠിച്ചു വളരാൻ ഹോം ബൈബിൾ സ്കൂളിലെ ചേർന്നിടാം. ലോക്ക്ഡൌണിൽ വീട്ടിൽ പഠിച്ചു വളരാൻ ഹോം ബൈബിൾ സ്കൂളിലെ ചേർന്നിടാം. പാടാം, വീട്ടിൽ കൂടാം, അകലെ അണിചേരാം. പാടാം, വീട്ടിൽ കൂടാം, അകലെ അണിചേരാം. ചാരെ ചേരും യേശുവുമൊത്ത് വീട്ടിൽ പാട്ടുകൾ പാടിയിടാം. ചാരെ ചേരും യേശുമൊത്ത് എൻ വീട്ടിൽ പാട്ടുകൾ പാടിയിടാം. ഈശോ കഥകൾ പഠിച്ചുല്ലസിക്കാം, പീഡൻ കുഞ്ഞാലയമാക്കിയിടാം. ഈശോ കഥകൾ പഠിച്ചുല്ലസിക്കാം, വീടൻ കുഞ്ഞാലയമാക്കിയിടാം. പാടാം, വീട്ടിൽ കൂടാം, അകലെ അണിചേരാം. പാടാം, വീട്ടിൽ കൂടാം, അകലെ അണിചേരാം. എൻ ദൈവത്തിൻ പൈതലായെന്നും ഞാൻ ജീവിച്ചും നാളെല്ലാം. എൻ ദൈവത്തിൻ പൈതലായെന്നും ഞാൻ ജീവിക്കും നാളെല്ലാം. ആത്മഫലങ്ങളേറെ വിളയും നൽമരമായി വളർന്നിടാം. ആത്മഫലങ്ങളേറെ വിളയും നൽമരമായി വളർന്നിടാം. പാടാം, വീട്ടിൽ കൂടാം, അകലെ അണിചേരാം. പാടാം, വീട്ടിൽ കൂടാം,
അകലെ അണിചേരാം. ഹായ് കുഞ്ഞുങ്ങളെ, യേശു കർത്താവ് നമ്മുടെ എല്ലാവരുടെയും സ്നേഹിതനാണ്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളെ യേശുവിന് വളരെ ഇഷ്ടമാണ്. സ്നേഹിതനായ യേശു നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ കരങ്ങളിൽ പിടിച്ച് നടത്തുന്നു. അങ്ങനെ കരങ്ങളിൽ പിടിച്ച് നമ്മെ നടത്തുന്ന യേശുവിനെ സ്തുതിക്കുന്ന ഒരു ആക്ഷൻ സോങ് നമുക്ക് പഠിക്കാം. നമ്മെ തേടി വന്ന നല്ല സ്നേഹിതനായ യേശുവിനെ സ്തുതിക്കുന്ന ഈ ആക്ഷൻ സോങ് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ കളിക്കാം. എല്ലാവരും ഒന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ഹോം ബൈബിൾ സ്കൂളിന്റെ 5ാമത്തെ ദിവസമാണ് അല്ലേ? എല്ലാവരും നമ്മുടെ ഹോം ബൈബിൾ സ്കൂളിൽ വളരെ സന്തോഷത്തോടുകൂടെ പങ്കെടുക്കുകയാണെന്ന് ഞാൻ കരുതുന്നു. നാം 2-3 ദിവസമായി കുറെ വിഷയങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും അത് ഓർമ്മയുണ്ടോ? ഏതൊക്കെ വിഷയങ്ങളാണ് നാം പഠിച്ചത്? നാം പഠിച്ചത് നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം എന്താണെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, എന്താണ് നമ്മുടെ ഹോം ബൈബിൾ സ്കൂളിന്റെ ചിന്താവിഷയം? ഞാൻ ദൈവത്തിന്റെ പൈതൽ. ഐ ആം ഗോഡ്സ് ചൈൽഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ച പാഠം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. 1ാമത്തെ ദിവസം നാം എന്താ പഠിച്ചത്? ഞാൻ സ്നേഹമുള്ള പൈതൽ അല്ലേ? 2ാമത്തെ ദിവസം പഠിച്ചതോ? ഞാൻ സന്തോഷമുള്ള പൈതൽ. 3ാമത്തെ ദിവസം പഠിച്ചത് എന്താണ്? എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഞാൻ സമാധാനമുള്ള പൈതൽ. ഇന്ന് നാം പഠിക്കുന്നത് ആത്മാവിന്റെ 4
നാലാമത്തെ ഫലത്തെ കുറിച്ചാണ്. ആത്മാവിന്റെ നാലാമത്തെ ഫലം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ദീർഘക്ഷമ. അതായത് നാം ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഞാൻ ദീർഘക്ഷമയുള്ള പൈതൽ എന്നാണ്. ഞാൻ ദീർഘക്ഷമയുള്ള പൈതൽ. ഐ ആം ഫോർഗീവിംഗ് ചൈൽഡ്. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഐ ആം ഫോർഗീവിംഗ് ചൈൽഡ്. കൂട്ടുകാരെ, എന്താണ് ക്ഷമ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മോട് തെറ്റ് ചെയ്ത ഒരു വ്യക്തിക്ക് നാം മാപ്പ് കൊടുക്കുന്നതിനെയാണ് ക്ഷമ എന്ന് പറയുന്നത്. അതായത് പൂർണ്ണമായി വിട്ടുകളയുക അല്ലെങ്കിൽ മറന്നു കളയുക. ഇതാണ് ക്ഷമ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇംഗ്ലീഷിൽ ക്ഷമ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം പേഷ്യൻസ് എന്നാണ്. പൂർണ്ണമായും സഹിച്ചുകൊണ്ട് നാം ക്ഷമിക്കുന്നതിനെയാണ് പേഷ്യൻസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്നത്തെ ഈ വിഷയത്തിന് ആസ്പദമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവർക്കും ബൈബിൾ ഒന്നെടുത്ത് വായിക്കാം. മത്തായി 18-ാം അധ്യായം 21 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവരും ഈ വേദഭാഗം എടുത്തോ. ഈ വേദഭാഗത്തിൽ നാം എന്താ കാണുന്നത്? ശിഷ്യനായ പത്രോസ് യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, കർത്താവേ, സഹോദരൻ എന്നോട് പിഴച്ചാൽ ഞാൻ എത്ര വട്ടം ക്ഷമിക്കണം? 7 വട്ടം മതിയോ? അതിനുത്തരമായിട്ട് യേശു പറഞ്ഞതാണ് നമ്മുടെ വേദഭാഗം. 7 വട്ടമല്ല, 70 വട്ടം ക്ഷമിക്കണമെന്ന് യേശു പത്രോസിനോട് പറഞ്ഞു. കൂട്ടുകാരെ, നാം ഒന്ന് ചിന്തിച്ചേ. നമ്മുടെ കൂട്ടുകാരനോ അല്ലെങ്കിൽ ഒരു സഹോദരനോ സഹോദരിയോ നമ്മോടൊരു തെറ്റ് ചെയ്യുകയാണ്. നാം എത്ര വട്ടം ക്ഷമിക്കും? പലപ്പോഴും നമുക്ക് ക്ഷമിക്കാൻ കഴിയുകയില്ല തന്നെ. എന്നാൽ യേശു പറയുന്നത് നാം മറ്റുള്ളവരോട് പരിധിയില്ലാതെ എത്ര വട്ടം വേണമെങ്കിലും ക്ഷമിക്കാമെന്നാണ് യേശു പറയുന്നത്. യേശു തുടർന്ന് ഒരു ഉപമ കൂടെ അവിടെ പറഞ്ഞു. നമുക്കതൊന്ന് പഠിക്കാമോ? ഒരു രാജാവിന് 10,000 താലന്ത് കടപ്പെട്ട ഒരു ദാസൻ ഉണ്ടായിരുന്നു. കൂട്ടുകാരൊന്ന് പറഞ്ഞേ, എത്ര താലന്താ കടപ്പെട്ട ദാസൻ ഉണ്ടായിരുന്നത്? 10,000 താലന്തില്ലേ? ആ ദാസൻ ഈ രാജാവിന് ഇത് തിരിച്ചു കൊടുക്കുവാനുള്ള വകയില്ലായിരുന്നു. അങ്ങനെ ആ ദാസൻ രാജാവിന്റെ അടുക്കൽ വന്ന് കേണപേക്ഷിച്ചു. രാജാവിനോട് പറഞ്ഞു, രാജാവേ, എനിക്കത് തന്നു തീർക്കുവാൻ വകയില്ല, എനിക്കത് ഇളച്ചു തരണം. രാജാവ് എന്ത് ചെയ്തെന്നറിയാവോ? രാജാവിന് ദേഷ്യം വന്നു. രാജാവ് പറഞ്ഞു, നിന്റെ ഭാര്യയും മക്കളെയൊക്കെ വിറ്റ് കടം തീർക്കുവാനായിട്ട് കൽപ്പിച്ചു. ഈ ദാസൻ യജമാനായ രാജാവിനോട് അപേക്ഷിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ രാജാവ് എന്ത് ചെയ്തെന്നറിയാവോ? രാജാവ് ഈ ദാസന്റെ കളമെല്ലാം ഇളച്ചു കൊടുത്തു. അങ്ങനെ ആ ദാസൻ വളരെ സന്തോഷത്തോടു കൂടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. പോകുന്ന വഴിയിൽ ഈ ദാസൻ തന്റെ ഒരു കൂട്ടുദാസനെ കണ്ടു. തന്റെ കൂട്ടുകാരൻ. വെറും 100 വെള്ളിക്കാശ് ഈ കൂട്ടുകാരന് കൊടുക്കാനുണ്ടായിരുന്നു. ആ ദാസനും തന്റെ കൂട്ടുദാസനോട് കരുണയ്ക്ക് വേണ്ടിയിട്ട് അവനോട് ആ 100 വെള്ളിക്കാശ് ഇളച്ചു കിട്ടുന്നതിന് വേണ്ടി യാചിച്ചു. പക്ഷേ ആ ദാസൻ, ആ കൂട്ടുകാരൻ അത് ക്ഷമിച്ചു കൊടുത്തില്ല. എനിക്ക് അപ്പോൾ തന്നെ കാശ് വേണമെന്ന് പറഞ്ഞ് അവനെ തടവിലാക്കിച്ചു. ഇത് യജമാനൻ അറിഞ്ഞു. യജമാനൻ അവനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ദുഷ്ടദാസനെ, ഞാൻ നിനക്ക് 10,000 താലന്ത് ഇളച്ചു തന്നില്ലേ? നിനക്ക് നിന്റെ കൂട്ടുദാസനോട് 100 വെള്ളിക്കാശ് അത് ഇളച്ചു കൊടുക്കാമായിരുന്നില്ലേ? തന്റെ കൂട്ടുദാസനോട് വെറും 100 വെള്ളിക്കാശ് ക്ഷമിക്കാത്ത ദാസനെ രാജാവ് തടവിലാക്കിച്ചു. കൂട്ടുകാരെ, നാം ഒന്ന് ശ്രദ്ധിക്കുക. ഈ ദാസൻ, ആ 10,000 താലന്ത് ഇളച്ചു കിട്ടിയ ദാസൻ വെറും 100 വെള്ളിക്കാശ് തന്റെ കൂട്ടുദാസന് ഇളച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് വീണ്ടും തടവിലായി പോയത്. കൂട്ടുകാരെ, ഈ ഉപമയിൽ നിന്നും നാം എന്താ മനസ്സിലാക്കിയത്? ആ കൂട്ടുകാരൻ തന്റെ കൂട്ടുകാരനോട് ഒരു 100 വെള്ളിക്കാശ് ഇളച്ചു കൊടുത്തിരുന്നെങ്കിൽ യജമാനൻ 10,000 താലന്ത് അവന് ഇളച്ചു കൊടുക്കുമായിരുന്നു അല്ലേ? അവന് ക്ഷമയില്ലാത്തത് കൊണ്ടാണ് യജമാനനും ആ ദാസനോട് ക്ഷമ കാണിക്കാത്തത്. അതുകൊണ്ട് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം നമ്മുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നവരോടോ നമ്മുടെ സഹോദരങ്ങളോടോ എല്ലാം ക്ഷമിച്ചാൽ മാത്രമേ
സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മുടെ പാപങ്ങളും ക്ഷമിക്കുകയല്ലോ. മനസ്സിലായോ? നമുക്ക് ക്ഷമയുടെ ഏറ്റവും ഉദാത്തമായ മാതൃക കാണാൻ കഴിയുന്നത് കാൽവരി ക്രൂശിലാണ്. യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് പാപികളായ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി, തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. ഈ ക്ഷമ നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കുമോ? യേശു ക്രൂശിൽ തന്നെ ഉപദ്രവിച്ച എല്ലാവരോടുമാണ് ക്ഷമിച്ചത്. അതുപോലെ നമുക്കും നമ്മോട് തെറ്റ് ചെയ്യുന്നവരോട് മനഃപൂർവ്വമായിട്ട് ക്ഷമിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഇനി നമുക്ക് ക്ഷമയുടെ ചില ഉദാഹരണങ്ങൾ നോക്കാം. ഓസ്ട്രേലിയയിൽ നിന്നും മിഷണറി പ്രവർത്തനത്തിനായി ഭാരതത്തിൽ കടന്നു വന്ന ഒരു മിഷണറിയായിരുന്നു ഗ്രഹാം സ്റ്റീൻസ്. ഗ്രഹാം സ്റ്റീൻസിന്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് അറിയാവോ? ഭാര്യ ഗ്ലാഡിസ്, പിന്നെ 3 മക്കൾ, എസ്തർ, ഫിലിപ്പ്, തിമോത്തി. അവർ ഒറീസയിലെ കുഷ്ഠരോഗികളുടെ ഇടയിലായിരുന്നു അവരുടെ മിഷണറി പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. കുഷ്ഠരോഗികളെ ചികിത്സിക്കാൻ ആരും തയ്യാറാകുമായിരുന്നില്ല. എന്നാൽ ഗ്രഹാം സ്റ്റീൻസും കുടുംബവും ആ കുഷ്ഠരോഗികളെ പരിചരിക്കുകയും അവരെ ചികിത്സിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു ദിവസം രാത്രി ഗ്രഹാം സ്റ്റീൻസും തന്റെ 2 മക്കളായ ഫിലിപ്പും തിമോത്തിയും കൂടെ ഈ കുഷ്ഠരോഗികളെയൊക്കെ പരിചരിച്ചതിനു ശേഷം വ്യാനിൽ തിരിച്ചു വരുന്ന സമയം രാത്രി ആയതുകൊണ്ട് വ്യാനിൽ ഒരു സ്ഥലത്ത് നിർത്തി അതിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ആ സമയം അവിടെ ഉണ്ടായിരുന്ന കുറെ ആളുകൾ ഈ ഗ്രഹാം സ്റ്റീൻസ് എന്ന മിഷണറി മതപരിവർത്തനം ചെയ്യുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് എന്ത് ചെയ്തെന്നറിയാവോ? ഇവരെ വ്യാനിൽ ഇട്ട് തീ കത്തിച്ച് ചുട്ടുകളഞ്ഞു. ഇത് സംഭവിച്ചത് 1999 ജനുവരി 22-ാം തീയതിയായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ഈ കൊലയാളികളെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം മാധ്യമങ്ങൾ ഈ ഗ്ലാഡിസിന്റെ അടുക്കലേക്ക് എത്തി. ആ ഗ്ലാഡിസിനോട് ചോദിച്ചു, ഈ കൊലയാളികളെ എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹമെന്ന്. അതിന് മറുപടിയായി ഗ്ലാഡിസ് പറഞ്ഞ വാക്കുകൾ ലോക ശ്രദ്ധ ആകർഷിച്ചു. ഗ്ലാഡിസ് പറഞ്ഞത് ഇപ്രകാരമാണ്: I had forgiven the killers and had no bitterness towards them. അതായത്, ഞാൻ കൊലയാളികളോട് നിരുപാധികം ക്ഷമിച്ചിരിക്കുന്നു, എനിക്ക് അവരോട് യാതൊരു പ്രതികാരവും ഇല്ല എന്നാണ് പറഞ്ഞത്. കൂട്ടുകാരി, നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമുക്കിതുപോലെ പറയാനായിട്ട് കഴിയുമോ? വളരെയധികം ക്ഷമയുടെ ഒരു മാതൃകയാണ് നമുക്ക് ഗ്ലാഡിസിൽ കാണുവാനായിട്ട് കഴിയുന്നത്. തുടർന്ന് ഗ്ലാഡിസ് ആ ഒറീസയിൽ തന്നെ കുഷ്ഠരോഗികളുടെ ഇടയിൽ തന്റെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. 2004 ഭാരത ഗവൺമെന്റ് ഗ്ലാഡിസിന് പത്മശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. തുടർന്ന് ഈ ഭാരത ഗവൺമെന്റ് നൽകിയ പുരസ്കാരത്തിൽ നിന്ന് ലഭിച്ച പൂർണ്ണമായും ആ തുക മുഴുവനും കുഷ്ഠരോഗികളുടെ ഇടയിൽ അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടി ഒറീസയിൽ ഒരു ആശുപത്രി നിർമ്മിക്കുന്നതിന് വേണ്ടി ഗ്ലാഡിസ് വിനിയോഗിച്ചു. ഇതൊരു നല്ല മാതൃകയല്ലേ കുഞ്ഞുങ്ങളെ? കൂട്ടുകാരെ, യഥാർത്ഥത്തിൽ നാം ക്ഷമിക്കുമ്പോൾ നാം ജയിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നാം ചിന്തിക്കും, നാം ക്ഷമിക്കുമ്പോൾ നാം തോറ്റു കൊടുക്കുകയാണെന്ന്. പക്ഷേ നാം ക്ഷമിക്കുമ്പോൾ യഥാർത്ഥമായി നമ്മുടെ ജീവിതങ്ങളിൽ നാം ഒരു പുതിയ തുടക്കം തുടങ്ങുകയാണ്. അതുവഴി നാം നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നാം ഒന്ന് ചിന്തിക്കുക, നമ്മെ ഉപദ്രവിച്ചവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത് പ്രതികാരമാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതികാരം നിലനിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ആരോഗ്യം കുറഞ്ഞു തുടങ്ങും. അതെങ്ങനെയാണെന്ന് അറിയാവോ? നമുക്ക് ക്ഷമിക്കാൻ കഴിയാതെ വരുമ്പോ നമ്മുടെ ഉള്ളിൽ ദേഷ്യം വർദ്ധിക്കുന്നു. ദേഷ്യം വർദ്ധിക്കുമ്പോൾ അത് വെറുപ്പിന് കാരണമായി തീരും. ഈ വെറുപ്പ് നമ്മുടെ ഉള്ളിൽ കടന്നുകൊണ്ട് നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകും. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിനെ അത് ബാധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ശരീരവും മനസ്സും രോഗാവസ്ഥയിലേക്ക് നീങ്ങുന്നതിന് കാരണമായി തീരും. കൂട്ടുകാരെ, നിങ്ങൾ കർത്താവിന്റെ അന്ത്യ അത്താഴം എന്ന ചിത്രം വരച്ച പ്രശസ്ത ചിത്രകാരൻ ലിയനാർഡോ ഡാവിഞ്ചിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഡാവിഞ്ചി ഒരു ദിവസം ഈ ചിത്രത്തിന്റെ രചനയിലായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് വീട്ടിൽ എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തിറങ്ങി തന്റെ സുഹൃത്തുമായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി എന്തോ ആവശ്യത്തിന് വഴക്കിടേണ്ടി വന്നു. തിരിച്ച് വന്ന് അയാൾ വീണ്ടും ഈ അന്ത്യ അത്താഴത്തിന്റെ ചിത്രം വരയ്ക്കുവാനായിട്ട് തുടങ്ങി. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഈ ചിത്രത്തിൽ യേശുവിന്റെ ചിത്രം വരച്ച് പൂർത്തിയാക്കുവാനായിട്ട് ഡാവിഞ്ചിക്ക് കഴിയുന്നില്ല. ഡാവിഞ്ചി പലതവണ ശ്രമിച്ചു. എന്നിട്ട് ഡാവിഞ്ചി കുറെ തവണ ആലോചിക്കാൻ തുടങ്ങി, എനിക്ക് എന്തുകൊണ്ടാണ് ഈ ചിത്രം വരച്ച്
പൂർത്തീകരിക്കാനായിട്ട് കഴിയാത്തത്. അങ്ങനെ ഡാവിഞ്ചി കുറെ സമയം ആലോചിച്ചപ്പോ മനസ്സിലായി താൻ ഇന്ന് സുഹൃത്തുമായി വഴക്കിട്ടിട്ടാണ് ഈ വര തുടങ്ങിയത്. അതുകൊണ്ട് എന്ത് ചെയ്തെന്നറിയോ, ഡാവിഞ്ചി മുറി അടച്ചിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് തന്റെ സുഹൃത്തിനെ കണ്ടുപിടിക്കാനായിട്ട് ആരംഭിച്ചു. തന്റെ സുഹൃത്തിനെ കണ്ടുപിടിച്ച് ആ സുഹൃത്തിനോട് ക്ഷമാപണം നടത്തിയതിനു ശേഷമാണ് ഡാവിഞ്ചിക്ക് ഈ യേശുവിന്റെ ചിത്രം വരച്ച് പൂർത്തീകരിക്കുവാനായിട്ട് കഴിഞ്ഞത്. കൂട്ടുകാരെ, ഇന്നത്തെ പാഠത്തിൽ നിന്ന് നാം പഠിച്ച ചില കാര്യങ്ങളെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ സഹോദരങ്ങളോട്, നമ്മെ ഉപദ്രവിച്ചവരോട് നമുക്ക് ആത്മാർത്ഥമായി ക്ഷമിക്കാൻ കഴിയണം. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഈ നമ്മുടെ സഹോദരങ്ങളോട് ക്ഷമിക്കാനായിട്ട് ചിലപ്പോൾ കഴിയാതെ വരും. അപ്പോൾ നാം ചെയ്യേണ്ട കാര്യം ഇതാണ്, നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് ഈ കാര്യം എന്റെ സഹോദരനോട് അല്ലെങ്കിൽ എന്നെ ഉപദ്രവിച്ച ഇയാളോട് എനിക്കത് ക്ഷമിക്കുവാനായിട്ട് ഒരു കഴിവ് നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, ക്ഷമയുടെ വലിയ മാതൃക അങ്ങ് ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി കാട്ടിയല്ലോ. ആ ക്ഷമയെ പിന്തുടർന്നുകൊണ്ട് നല്ല കുഞ്ഞുങ്ങളായി, ക്ഷമയുടെ നല്ല വക്താക്കളായി മാറുവാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കൂട്ടുകാരെ, ഇന്നത്തെ മനഃപ്പാഠവാക്യം നമുക്ക് നമ്മുടെ കൂട്ടുകാരൻ മിക്കിയിൽ നിന്ന് പഠിക്കാം. മിക്കി പഠിപ്പിക്കുന്ന വാക്യം നമുക്ക് മനഃപ്പാഠമാക്കാം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മുടെ VBSന്റെ എത്രാമത്തെ ദിവസമാണ്? ഒന്ന് ഉറച്ചു പറഞ്ഞേ, കുറച്ചുകൂടെ ഉച്ചത്തിൽ പറഞ്ഞേ. എത്രാമത്തെ ദിവസമാണ്? 5ാമത്തെ ദിവസമാണ് അല്ലേ? അപ്പൊ നമ്മൾ ഇന്നലെ വരെ കുറെ വാക്യം പഠിച്ചു, കഥ പഠിച്ചു, പാട്ടുകൾ പഠിച്ചു. ഇന്ന് നമ്മൾ ഒരു പുതിയൊരു വാക്യം പഠിക്കാനായിട്ട് പോവുകയാണ്. കൂട്ടുകാരെല്ലാരും റെഡിയാണോ? കൂട്ടുകാരെ റെഡിയാണോ? ആർ യു റെഡി? യെസ്. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വേദഭാഗം, ബൈബിളിലുള്ള കുട്ടികളെല്ലാരും ബൈബിൾ എടുത്തേ. പുതിയ നിയമത്തിലെ കൊലോസ്യർ 3-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഒരാൾ ഉച്ചത്തിൽ വായിച്ചേ. ആരാ വായിക്കുന്നേ? കൊലോസ്യർ 3-ാം അധ്യായം 13-ാം വാക്യം. ആരാ വായിക്കുന്നേ? കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാരും ഒന്ന് ചേർന്ന് പറഞ്ഞേ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ആർക്ക് പറയാം? ഒരാൾ ഉച്ചത്തിൽ പറഞ്ഞേ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. നന്നായിരിക്കും, നന്നായിരിക്കും. എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്തേ. ഇനി എല്ലാവരും ഒന്നുകൂടെ ചേർന്ന് പറഞ്ഞേ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. നമ്മെല്ലാവരും വളരെ ആസ്വദിപ്പിക്കുന്ന ഒരു ഡാൻസുമായിട്ട് നമ്മുടെ മുന്നിലെത്തുന്നു ഹന്ന ഹാമിഷ്.
ഇന്ന് നമുക്ക് ഒരു ആക്ഷൻ സോങ് കൂടെ പഠിക്കാം. കൂട്ടുകാരൻ പലർക്കും അറിയാവുന്ന ഒരു ആക്ഷൻ സോങ് ആണ്. അത് നമ്മെ പഠിപ്പിക്കുന്നത് ആദർശും അഭയുമാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളെല്ലാം കോട്ട് പത്രവേലിൻ്റെ വീട്ടിലെല്ലാം ഇരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ വക ഒരു ചെറിയൊരു 4 വരി പാട്ടാണ്. നമുക്ക് ചേർന്ന് പഠിക്കാം. നിങ്ങളെല്ലാം കയ്യിൽ ബുക്കും പേപ്പറൊക്കെ എടുക്കുക. ഞാൻ പറഞ്ഞുതരാം, 4 വരി പറഞ്ഞുതരാം. നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. നമുക്കെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. വെറും 4 വരി മാത്രമേ ഉള്ളൂ. അപ്പം ആദ്യത്തെ വരിയിലേക്ക് കിടക്കുകയാണ്. എന്നോടൊപ്പം നാടി പാടാമോ? ഇവിടെ എന്നോടൊപ്പം നാടി പാടാമോ? അടുത്ത വരി, നാഥൻ നമ്മയെല്ലാം കൂട്ടുവിളിക്കുന്നു. അടുത്ത വരി, ഒരു മനമോടെ ഒന്നായി പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടെ അടുത്ത വരി പറയാണ്, ഒരു മനമോടെ കൈത്താളത്താൽ ഒന്നായി പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ. 4 വരി ഇവിടെ പറയാണ്, എന്നോടൊപ്പം നാടി പാടാമോ? നാഥൻ നമ്മയെല്ലാം കൂട്ടുവിളിക്കുന്നു. ഒരു മനമോടെ കൈത്താളത്താൽ ഒന്നായി പാടാം ഹല്ലേലൂയ ഹല്ലേലൂയ. ഓക്കെ, നമ്മളിനി ആക്ഷൻ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഓരോ വരികളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻ്റെ കൂടെ ഒരു ചേട്ടൻ കൂടെ ഉണ്ട്. ഈ ചേട്ടനെ ഇപ്പോൾ പങ്കെടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കും കൂടെ ഇവിടെ ചേർന്ന് പഠിക്കാം. ഒന്നിച്ച് പഠിക്കാം. ഓക്കെ, ആദ്യത്തെ വരി എന്നോടൊപ്പം നാടിപ്പാടാം. അപ്പോൾ അത് നമ്മൾ കളിക്കാൻ പോകുന്നത് എന്നോടൊപ്പം നാടിപ്പാടാം. ഇത് ബാക്കൊക്കെ നല്ലവർക്ക് അനങ്ങണം കേട്ടോ. നമ്മളിങ്ങനെ ചുമ്മാ ഇരുന്ന് കളിക്കരുത്. നല്ല അനങ്ങി കളിച്ചോട്ടാം. ഇവിടെ ഓക്കെയാണോ? നാഥൻ നമ്മയെല്ലാം കൂട്ടുവിളിക്കും. നാഥൻ നമ്മയെല്ലാം കൂട്ടുവിളിക്കും. ആ 2 വരിയിലൂടെ എന്നോടൊപ്പം നാടിപ്പാടാം. നാഥൻ നമ്മയെല്ലാം കൂട്ടുവിളിക്കും. അടുത്ത 2 വരി, ഒരു മനമോടെ കൈത്താളത്താൽ ഒന്നായി പാടാം അല്ലേ? ഒരു സ്പീഡാണ്. ഒരു മനം എന്ന് പറയുമ്പോൾ ഒരു മനമോടെ കൈത്താളത്താൽ ഒന്നായി പാടാം അല്ലേ? ഇത്രയേ ഉള്ളൂ. ഒരു കൂടെ സ്പീഡാണല്ലേ. ഒരു മനമോടെ ഒരു മനമോടെ കൈത്താളത്താൽ ഒന്നായി പാടാം അല്ലേ? ഓക്കെ, മനസ്സിലായോ? 4 വരി കൂടെ ചേർന്ന് പാടാൻ കളിക്കാൻ പോവുകയാണ്. എന്നോടൊപ്പം നാടിപ്പാടാമോ? നാഥൻ നമ്മയെല്ലാം കൂട്ടുവിളിക്കുന്നു. എന്നോടൊപ്പം നാടിപ്പാടാമോ? നാഥൻ നമ്മയെല്ലാം കൂട്ടുവിളിക്കുന്നു. ഒരു മനമോടെ കൈത്താളത്താൽ ഒന്നായി പാടാം ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ വീണ്ടും ഹല്ലേലൂയാണ്. അത് നമുക്ക് ഹല്ലേലൂയ ഇത് തന്നെയാണ്. 2 പ്രാവശ്യം ഹല്ലേലൂയ ഒരു ഡയറക്ഷൻ ഇറങ്ങുക. അടുത്ത ഹല്ലേലൂയ നേരെ തിരിച്ചിറങ്ങുക. ഓക്കെ, ഇതിനൊരു ട്യൂണുണ്ട്. നമുക്ക് ട്യൂണിട്ട് നമുക്ക് കളിക്കാം. ഓക്കെ, നമ്മൾ ഒരിക്കൽ കളിച്ച് കഴിഞ്ഞു. ഇച്ചിരി പാടുപെട്ടാണ് കളിച്ചത്. അന്ന് അനങ്ങിയത് കണ്ടല്ലോ. നമ്മൾ ഒരിക്കലും കളിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കൂടെ കളിക്കുക. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ, മ്യൂസിക്. എന്നോടൊപ്പം നാടിപ്പാടാമോ? നാഥൻ നമ്മയെല്ലാം കൂട്ടുവിളിക്കുന്നു.
നമ്മുടെ ഹോം ബൈബിൾ സ്കൂളിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ആക്ടിവിറ്റി പഠിപ്പിക്കുക എന്നുള്ളത്. ഈ അവധികാലത്തിൽ, ഈ ലോക്ക്ഡൌൺ കാലത്ത് നമുക്ക് മനോഹരമായ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്ത് നമ്മുടെ ഭവനങ്ങളെ നമുക്ക് മനോഹരമാക്കാം. ഈ ദിവസം നമ്മോടൊപ്പമായിരുന്ന് നമ്മെ ഈ ആക്ടിവിറ്റി പഠിപ്പിക്കുന്നത് നിമ DA ആണ്. മനോഹരമായ ഈ ആക്ടിവിറ്റിയിൽ എല്ലാവരും പങ്കുചേരുക. ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഹോം ബൈബിൾ സ്കൂൾ കാണാറുണ്ടല്ലോ, അതൊക്കെ എൻജോയ് ചെയ്യാറില്ലേ? ഇന്നത്തെ ആക്ടിവിറ്റി സെക്ഷനിൽ നമ്മൾ ഒരു സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പേപ്പർ സ്റ്റാൻഡാണ്, പേപ്പർ പെൻ സ്റ്റാൻഡാണ് നോക്കാൻ പോകുന്നത്. ന്യൂസ് പേപ്പർ വെച്ചാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് അതിന് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു ലോങ് സ്കെയിൽ ആവശ്യമാണ്, നമുക്ക് സിസേഴ്സ് ആവശ്യമുണ്ട്, ഗം, പിന്നെ പെയിന്റിംഗ് ബ്രഷും അക്രൈലിക് പെയിന്റും ആവശ്യമുണ്ട്, ന്യൂസ് പേപ്പർ ആവശ്യമുണ്ട്, കാർഡ്ബോർഡ് ആവശ്യമുണ്ട്, ഒരു സ്ട്രോ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഈർക്കിലാണ്. സ്ട്രോയോ ഈർക്കിലോ നമുക്ക് യൂസ് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ന്യൂസ് പേപ്പർ എടുക്കുക, അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യണം. പിന്നെ ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ സ്ട്രോ എടുത്ത് ഇങ്ങനെ മടക്കണം. ഇതിനകത്ത് നമുക്ക് ഗ്ലൂ തേച്ച് കൊടുക്കാം. അതിനുശേഷം അത് ഊരി കൊടുക്കാം. ഇതുപോലെ നമ്മൾ 4-5 ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 20-25 നമുക്ക് കുറെ അധികം ഇത് ആവശ്യമുണ്ട്. നിറയെ ഇത് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ക്രാഫ്റ്റ് ആരംഭിക്കാം. അതിനുശേഷം നമ്മൾ കാർഡ്ബോർഡ് എടുക്കാം. കാർഡ്ബോർഡിൽ നമ്മൾ 3 ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. ഒരു റെക്ടാങ്കിളും ഒരു 2 ഹാർട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഒരു റെക്ടാങ്കിളിന്റെ സൈസ് 20 സെന്റിമീറ്റർ × 11 സെന്റിമീറ്റർ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒരു റെക്ടാങ്കിൾ കട്ട് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഹാർട്ടും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മള് ന്യൂസ് പേപ്പറിൽ ഈ 3 ഷേപ്പും കട്ട് ചെയ്തെടുക്കാം. ന്യൂസ് പേപ്പറിൽ ഇതുപോലെ ഒരു റെക്ടാങ്കിൾ, ഇതിന്റെ സൈസിൽ 2 റെക്ടാങ്കിൾ ഷേപ്പ് കട്ട് ചെയ്തെടുക്കണം. 4 ഹാർട്ട് ഷേപ്പും കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത ഹാർട്ടിൽ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ പേപ്പർ ഒട്ടിക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ചേക്കാണ്. ഇതിൽ 2 വശത്തും വരത്തക്ക രീതിയിൽ ചെയ്യാം. 2 വശത്തും നമ്മൾ ഹാർട്ടിൽ ഒട്ടിക്കണം പേപ്പർ. ഈ റെക്ടാങ്കിളില് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. 2 വശത്തും ഇതുപോലെ ന്യൂസ് പേപ്പർ ഒട്ടിക്കാം. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഈ പേപ്പറുകൾ എടുക്കാം. ഈ പേപ്പർ ട്യൂബുകൾ, ഈ പേപ്പർ ട്യൂബിന്റെ സൈഡിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യണം. നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ ഒട്ടിക്കാം.
ഇതുപോലെ ഒട്ടിക്കാം. ഇതുപോലെ ഇതെല്ലാം ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഇതുപോലെ ഒരു ഷീറ്റ് ട്യൂബ് കിട്ടും. നമ്മള് എത്ര സൈസിലുള്ള ഹാർട്ടാണോ എടുക്കുന്നത് അതിനെ ബേസ് ചെയ്താണ് എത്ര ട്യൂബ് എടുക്കണമെന്ന് ഉള്ളത്. അതിനുശേഷം നമ്മൾ ഇതിന്റെ ഈ പാർട്ട് കട്ട് ചെയ്ത് കളയണം. 15 സെന്റിമീറ്റർ ലെങ്ത് വരുമ്പോൾ നമ്മൾ ഒരു 20 എണ്ണമൊക്കെയാണ് ഏകദേശം നമ്മൾ ട്യൂബ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ ട്യൂബ് നന്നായിട്ട് ഒട്ടിയതിനു ശേഷം ഇതിന്റെ എൻഡ്സ് കട്ട് ചെയ്ത് കൊടുക്കണം. രണ്ടെൻഡും കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനെ 7 സെന്റിമീറ്റർ നീളത്തില് മാർക്ക് ചെയ്യണം. 7 സെന്റിമീറ്റർ നീളമുള്ളത് വെച്ച് മാർക്ക് ചെയ്യാം. ശേഷം ഇതിനെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് ഗ്ലൂ യൂസ് ചെയ്ത് ഇതിനെ ജോയിൻ ചെയ്യണം. ഇതുപോലെ ഇതിനെ ഇതുപോലെ വെച്ച് ജോയിൻ ചെയ്യാം. നമ്മൾ ഗ്ലൂ തേക്കാം. നന്നായിട്ട് ഗ്ലൂ തേക്കണമെങ്കിലേ ഒട്ടത്തുള്ളൂ. ഒട്ടിക്കാം. ഇതെല്ലാം നമുക്ക് ഒട്ടിച്ചെടുക്കണം. നീളത്തിന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിനാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ച ഹാർട്ട് ഷേപ്പിലുള്ളത് എടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അറ്റത്ത് ഈ സൈഡിലായിട്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടത്. നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണം. നമ്മൾ നന്നായിട്ട് ഗ്ലൂ ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട ഇതിന്റെ ഈ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ആ പോർഷനിൽ ഇത് ഒട്ടിക്കുക. ഇങ്ങനെ എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി ഇങ്ങനെ എടുക്കാം. ഇവിടെ വരെ മതി. എക്സസ് ആയിട്ടുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയും. ഈ ഒരു പോർഷൻ നമുക്ക് ആവശ്യമില്ല, നമ്മളത് കട്ട് ചെയ്യും.
പശ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊരു ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുക. ഇതൊന്ന് നന്നായിട്ട് സെറ്റ് ചെയ്ത് വരാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ ഹാർട്ട് എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഇതുപോലെ ഇതിനെ ഉള്ളിലാക്കി ഇങ്ങനെ പശ തേച്ച് ഇതുപോലെ ഒട്ടിക്കാം. പശ തേച്ചിട്ട് ഇതുപോലെ ഒട്ടിക്കാം. ഇപ്പൊ തന്നെ നമുക്കൊരു പെട്ടിയുടെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഓപ്പൺ ഇങ്ങനെ വരത്തക്ക രീതിയിൽ ഈ റെക്ടാങ്കിളിൽ ഒട്ടിക്കണം. അതാണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. നമ്മൾ ഗ്ലൂ ഇവിടെ ബോട്ടം അപ്ലൈ ചെയ്യുക. അവിടെ മാത്രം അപ്ലൈ ചെയ്താൽ മതി. നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ശേഷം ഇവിടെ വയ്ക്കാം. അതിനുശേഷം നമ്മൾ ബാക്കി നമുക്ക് ഇതുപോലെ കിട്ടും കുറച്ച്. അതിനെ ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇതിന്റെ എൻഡിലോട്ടായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി കുറച്ചു നേരം വെച്ചേക്കാം. ഇത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ പെയിന്റ് അടിക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല ഭംഗിയുള്ള ഒരു പെൻ സ്റ്റാൻഡ് ആണ്. നമ്മള് റെഡ് കളറാണ് ഈ ഒരു പാർട്ടിൽ കൊടുക്കുന്നത്. അക്രൈലിക് പെയിന്റ് തന്നെ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് കട്ടിക്ക് കിട്ടത്തില്ല. പാർട്സ് എല്ലാം നമ്മള് നന്നായിട്ട് റെഡ് അടിച്ചിട്ടുണ്ട്. ഈ ഫ്രണ്ടിലും ഈ രണ്ട് ബാക്കിലും ഫ്രണ്ടിലുമാണ് നമ്മൾ റെഡ് അടിച്ചത്. അപ്പൊ വൈറ്റ് ആണ് കോമ്പിനേഷൻ എങ്കിൽ നന്നായിരിക്കും. പക്ഷെ വൈറ്റിനെക്കാളും നമ്മൾ ഗ്രീൻ ആകുമ്പോൾ കുറച്ചുകൂടെ എടുത്തു കാണും. അപ്പൊ നമ്മൾ ഗ്രീൻ ആണ് ബാക്കി പാർട്സിൽ പെയിന്റ് ചെയ്യുന്നത്. അക്രൈലിക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ പെൻ സ്റ്റാൻഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഹോം ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ച ക്രാഫ്റ്റ് ഐറ്റംസ് മനോഹരമായി ചെയ്ത് അയച്ചു തന്ന കുട്ടികളുണ്ട്. അവരെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഹോം ബൈബിൾ സ്കൂളിലൂടെ ദൈവത്തിന്റെ വചനം പഠിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ താല്പര്യമാണ്. പഠിച്ച വചനങ്ങൾ നിങ്ങൾ പലരും അയച്ചു തരുന്നുണ്ട്. ജോനാഥാൻ എന്ന കുഞ്ഞ് പറയുന്ന ആ വചനം നമുക്ക് എല്ലാവർക്കും കേൾക്കാം. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനസ്സുടെയും കൃപയിലും കഴക്കൂട്ടം ഡിസ്ട്രിക്ട് നേതൃത്വം നൽകുന്ന ഹോം ബൈബിൾ സ്കൂളിന് നിങ്ങൾ നൽകുന്ന എല്ലാ സഹകരണത്തിനും എല്ലാവരോടുമുള്ള സന്തോഷത്തോടെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഈ ദിവസത്തെ പ്രവർത്തനങ്ങൾ, ക്ലാസുകൾ ഇത്രയും അനുഗ്രഹപ്രദമായി ചെയ്യുവാൻ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് എല്ലാ സ്തുതിയും സ്തോത്രവും ഞാൻ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരും ഈ പ്രവർത്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നിങ്ങളുടെ സമയം വേർതിരിച്ച് വിവിധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ലോകത്തിന് വേണ്ടി, പ്രത്യേകിച്ചും COVID-19 മുഖാന്തരം വളരെ രോഗബാധിതരായിരിക്കുന്നവരുടെ സൗഖ്യത്തിന് വേണ്ടിയെല്ലാം കണ്ണുനീരോടുകൂടെ നാം പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈ വലിയൊരു അനർത്ഥങ്ങളൊക്കെ മാറിപ്പോകുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനയാണ് എല്ലാറ്റിനും, എല്ലാ വിജയത്തിന്റെയും, എല്ലാ നന്മയുടെ അടിസ്ഥാനം. എല്ലാ കുഞ്ഞുങ്ങളെയും അതിലേക്ക് വേണ്ടി ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഹോം ബൈബിൾ സ്കൂളിന്റെ അനുഗ്രഹം. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക് നയിക്കും. ഈ ദിവസം നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ ഒന്നുകൂടെ ആവശ്യപ്പെടുകയാണ്. എല്ലാ ദിവസവും രാത്രിയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ ലോകത്തിൽ ഇന്ന് നാം അനുഭവിക്കുന്ന രോഗഭീതിയുണ്ട്,
COVID-19 മുഖാന്തരമുള്ള പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഇതൊക്കെ മാറുവാൻ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എല്ലാവരും കണ്ണുനീരോടുകൂടെ നമ്മുടെ കർത്താവിനോട്, യേശു രക്ഷകനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസത്തെ പ്രവർത്തനങ്ങൾ നമുക്കും ഈ സമയത്ത് പ്രാർത്ഥനയോടെ പൂർത്തീകരിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എന്നെ സ്നേഹിക്കുന്ന കർത്താവെ, ഈ വർഷത്തെ ഹോം BBSലൂടെ എന്നെ അനുഗ്രഹിക്കണമേ, എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നെ ദൈവത്തിന്റെ പൈതലാക്കി തീർക്കണമേ എന്ന് ഓരോ കുഞ്ഞുങ്ങൾക്കും പ്രാർത്ഥിക്കാം. എന്നെ ഒരു സ്നേഹമുള്ള കുഞ്ഞാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നെ സന്തോഷമുള്ള ഒരു കുഞ്ഞാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നെ സമാധാനമുള്ള ഒരു പൈതലാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നെ ഒരു ക്ഷമയുള്ള കുഞ്ഞാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ കർത്താവെ, ഞാൻ ഈ ലോകത്തിൽ ഒരു ദൈവത്തിന്റെ പൈതലായി വളരാൻ എന്നെ അവിടുത്തെ ആത്മാവിന്റെ സാന്നിധ്യം നൽകി സഹായിക്കണമേ എന്ന് എല്ലാ പൈതങ്ങൾക്കും പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഹോം ബൈബിൾ സ്കൂളിന്റെ ഈ നല്ല ദിവസത്തിനായി സ്തോത്രം ചെയ്തു. കർത്താവെ, ഈ ദിവസത്തെ ക്ലാസുകൾ ഇപ്രകാരം പൂർത്തീകരിപ്പാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. തുടർന്നും അവിടുത്തെ ആത്മാവിന്റെ സാന്നിധ്യം എല്ലാവർക്കും നൽകണമേ. കർത്താവെ, രോഗഭീതിയിൽ നിന്നും മറ്റെല്ലാ ജീവിത പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളുടെ ലോകരാജ്യങ്ങളെയും മാനവരാശിയും അവിടെ നിന്ന് വിടുവിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.